ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ കാലത്ത് ഞാൻ ഒരു 4 മണിയായപ്പോൾ എണീറ്റ് ഇതേ നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ട് കുറച്ച് പണികൾ കഴിഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചില്ല. പിന്നെയാണ് വന്ന് കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് പിന്നെ അങ്ങനെ പകുതിയിൽ നിന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഏകദേശം വേവാറായിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് എന്താ പറയുക, നമ്മുടെ ചോളത്തിൻ്റെ പുട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോളം കൊണ്ട് ഉണ്ടാക്കണ പുട്ട്. അപ്പോൾ അതാട്ടോ. പക്ഷെ ഞാൻ കഴിക്കണില്ല ഇപ്പോൾ, സ്മൂത്തിയാണ്. എന്നാലും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതേ നമ്മുടെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടല ഇവിടെ നമ്മൾ ഇതേ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. കടല ഇട്ട് കൊടുത്ത് പാറുവിന് ഒരു ലേശം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്കത് ഇഷ്ടമാണ് ഇങ്ങനെ തന്നെ പറക്കി കഴിക്കാൻ. അതുപോലെ തന്നെ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, ചേട്ടൻ്റെ. അപ്പോൾ അവർ വന്നപ്പോൾ വീട്ടിലുണ്ടായി അച്ഛൻ നട്ടിട്ടുണ്ടായിട്ടുള്ള കൊള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ പൂള കപ്പ. അപ്പോൾ അത് ഞാനവിടെ ഉപ്പേരിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു ചമ്മന്തി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോളപ്പൊട്ട് ഇതേ അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് തേങ്ങയൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഞാൻ ദേ ഇവിടെ നമ്മുടെ കപ്പ വെന്തു. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാന്ന് വെച്ചിട്ട് ഉള്ളിയും കുത്തിപ്പൊടിച്ച മുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് കാച്ചി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അടുക്കളപ്പണിക്ക് കഴിഞ്ഞ് നമുക്ക് ജിമ്മിൽ പോകണം. പിന്നെ അച്ഛനും അമ്മയും അവർ 2 ദിവസമായി വന്നിട്ട്, അപ്പോൾ അവരിന്ന് പോകും. അപ്പോൾ അവർ നമ്മൾ കൊണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ നില സർവീസിൽ പോകണം, നമ്മുടെ പ്രൊഡക്ഷൻ സെൻറ്ററിലേക്ക്, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റി. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റെഡി ഇവിടെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നേരെ ജിമ്മിൽ പോവാം. അപ്പോൾ ഞാൻ ഒരു 6 മണിക്ക് മുന്നേ തന്നെ നടന്നു തുടങ്ങി. പിന്നെ അത്യാവശ്യം ഇന്ന് ചെറിയൊരു വെളിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തായാലും ഭയങ്കര രസമാട്ടോ. അപ്പം പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിലൊക്കെ വരുമ്പോഴേ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ തണുപ്പൊക്കെ കൊണ്ട് നടക്കാനായിട്ട് അമ്മു നമ്മുടെ കൂടിയൊക്കെ ഇട്ടിട്ട് നടക്കുക. ഞാൻ നേരത്തെ എണീക്കുന്നുണ്ട്, എൻ്റെ തണുപ്പൊക്കെ പെട്ടെന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നോർമൽ ജിം ഡ്രസ്സ് തന്നെ. അപ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിതേ ഇറങ്ങിയിട്ടോ. ഇനി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് കുളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഇറങ്ങിയിട്ടോ. അപ്പോൾ അച്ഛനും അമ്മയുണ്ട്, അവരെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ നില സർവീസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോകണം. ഇന്ന് നമ്മുടെ ഹെയർ ഓയിൽ മേക്ക് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോകണം. അപ്പോൾ അച്ഛനും അമ്മേനെ അങ്ങനെ ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഹെയർ ഓയിൽ മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക. കഷായ പരുവത്തിലാക്കി പിന്നെ എണ്ണ പരുവത്തിലാക്കി അങ്ങനെയാണ് കാച്ചെടുക്കണം. അപ്പോൾ ഇന്ന് കഷായം ഉണ്ടാക്കുന്ന സമയമാട്ടോ. നെല്ലിക്കയും ഭൃംഗരാജും ഒക്കെ കൂടി. അപ്പോൾ പ്രൊഡക്ട്സ് നില സർവീസ് ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി ഇവിടെ വാട്സപ്പ് ചെയ്താൽ മതി, ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 3 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. അപ്പോൾ ഇന്ന് ചീറ്റ് മീൽ ഡേയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബീഫ് ബ്രിസ്ക്കറ്റ് എന്നൊരു സാധനം കണ്ടത്. അപ്പോൾ ചേട്ടൻ നമുക്കൊന്ന് ട്രൈ ചെയ്തത്, ഒരാൾക്കുള്ളത് കഴിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും കഴിച്ച് വലിയ ശീലമില്ലല്ലോ, ആദ്യമായിട്ടാണ് കഴിക്കണത്. അപ്പോൾ കുഴപ്പമില്ല, അത്ര തന്നെ. പിന്നെ നമ്മുടെ നൂൽ പൊറോട്ട മേടിച്ചു ഒരു 2 എണ്ണം. പിന്നെ കുറച്ച് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ മേടിച്ചു. പിന്നെ ഒരു ചോക്ലേറ്റ് ഷേക്ക് മേടിച്ചു. അപ്പോൾ എല്ലാവർക്കും കൂട്ടിയിട്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മിക്സ് ചെയ്ത് മാറി കഴിച്ചു. ചേട്ടൻ ബീഫ് ബ്രിസ്ക്കറ്റ് കഴിച്ച് തല ഇറങ്ങി കൊടുക്കണേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കുറേ എഡിറ്റിംഗ് പണിയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.